ഒരു കുവൈത്ത് പ്രവാസിക്ക് നാട്ടിൽ പോയി കഴിഞ്ഞെങ്കിൽ എത്ര ദിവസം വരെ നാട്ടിൽ നിൽക്കാൻ വേണ്ടി പറ്റും? 180 ദിവസം, 6 മാസം. അതിന്റെ മുകളിലായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരാൻ വേണ്ടി പറ്റത്തില്ല, വിസ ക്യാൻസലായി പോകും. ഒട്ടുമിക്ക ഫ്ലൈറ്റ് കമ്പനിക്കാർ നമ്മളെ കൊണ്ടുവരത്തില്ല. അതിന്റെ കാരണം ഇവിടെ നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയില്ലെങ്കിൽ തിരിച്ച് അവർ തന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ടി വരും, ആ ഒരു കാരണം കൊണ്ട്. എന്നാൽ 180 ദിവസം കഴിഞ്ഞാലും നമുക്ക് കുവൈറ്റിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. അതിനൊരു വഴിയുണ്ട്. ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ, ഒട്ടുമിക്ക എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും. എല്ലാവർക്കും SVR കുവൈത്തിൻ്റെ മറ്റൊരു ഇൻഫർമേഷൻ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ NM കുഞ്ഞി, കുവൈത്തിൽ നിന്നും. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റുന്നത് എങ്ങനെയെന്ന് വെച്ചെങ്കിൽ, ഒട്ടുമിക്ക എല്ലാ ഫ്ലൈറ്റ് കമ്പനികളും നോക്കുന്നുള്ളത് ദിവസത്തിൻ്റെ കണക്കാണ്, അതായത് 180 ദിവസം. പക്ഷേ കുവൈറ്റ് എയർവേസ് നോക്കുന്നുള്ളത് മാസത്തിൻ്റെ കണക്കാണ്, 6 മാസം കറക്റ്റ്. അപ്പോൾ ചില മാസങ്ങളിൽ 31 ദിവസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് കണക്കൂട്ടുമ്പോൾ ചിലപ്പോൾ 181 82 ദിവസങ്ങൾ വന്നേക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുവൈറ്റ് എയർവേസ് കൊണ്ടുവരും. അതായത് ഈ 6 മാസം കറക്റ്റ് തീരുന്നതിൻ്റെ രാത്രി 12 മണിക്കാണ് ആ ഫ്ലൈറ്റ് ഇവിടെ ഇറങ്ങുന്നുണ്ടെങ്കിൽ അവർ കൊണ്ടുവരും. മറ്റുള്ള ഒരു ഫ്ലൈറ്റും 180 ദിവസം കഴിഞ്ഞെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ല. അത് 179 ദിവസം ആകുമ്പോൾ തന്നെ അവർ എടുക്കത്തില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഈ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തു നിൽക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതായത് ഒരു 4-5 ദിവസമൊക്കെ ബാക്കി ഉണ്ടാകുമ്പോൾ ഇങ്ങോട്ട് വരുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു, ഖാദിം വിസക്കാർക്ക് നാട്ടിൽ പോയി കഴിഞ്ഞെങ്കിൽ 4 മാസമേ നിൽക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. പല ന്യൂസുകൾ അവിടെ ഇവിടെയൊക്കെ കണ്ടിരുന്നു എന്നൊക്കെ. പല ന്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഇപ്പോൾ കുവൈത്ത് നാട്ടിലേക്ക് പോകുന്ന ഏതൊരു വിസക്കാരനാണെങ്കിലും ഇതുപോലെ 6 മാസം വരെ നാട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഖാദിം വിസക്കാർക്ക് അതിലൊരു പ്രശ്നം എന്തെന്ന് വെച്ചെങ്കിൽ, ഇവിടുന്ന് നാട്ടിലേക്ക് പോയിട്ട് 4 മാസം കഴിഞ്ഞെങ്കിൽ അവരുടെ സ്പോൺസർക്ക് വേണമെങ്കിൽ അവരുടെ സഹൽ ആപ്പ് വഴി വെച്ച് ആ വിസ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാതെ ഓട്ടോമാറ്റിക്കൽ ഒരിക്കലും ക്യാൻസൽ ആവത്തില്ല. എല്ലാവർക്കും 6 മാസം വരെ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നല്ലൊരു വീഡിയോ ആയി എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.